ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. സോ ഐ എം ഗോയിങ് ഔട്ട്. ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും അങ്ങനെ ഒരു സോളോ ഡേറ്റൊക്കെ ചെയ്യാമെന്ന് കരുതി. സോ സീ യു വെൻ ഐ എം റെഡി. ടുഡേ ആക്ച്വലി വോക്ക് അപ്പ് ലേറ്റ്. ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു ദോ ഇറ്റ് ഇസ് ലേറ്റ്, എന്താ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് പോവാമെന്ന് കരുതി ചുമ്മാ പുറത്തൊക്കെ പോവാമെന്ന് കരുതി റെഡിയൊക്കെ ആയി. ചുമ്മാ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരികയെന്ന് കരുതി. ഷോപ്പിംഗ് ആണെന്ന് എനിക്കറിയില്ല, ചുമ്മാ എനിക്ക് ഇഷ്ടമായി തന്നെ പുറത്ത് പോകാനും ഇങ്ങനെ ഓരോന്ന് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അതിൻ്റെ മുഖത്തായിട്ട് നല്ലൊരു സണ്ണി വെതറാണ്. സോ നൈസ്, ഐ ലവ് ഇറ്റ്. അങ്ങനെ ഞാൻ ഫേവ്യൂ മോളിലെത്തി. ദിസ് ഇസ് ആക്ച്വലി ദ മോൾ വെർ ഐ വർക്ക്. ഇന്നാണെങ്കിൽ മോളിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്പേസും വേക്കൻറ്റാ. ഞാൻ വർക്ക് ചെയ്യുന്ന ദിവസം മാത്രം ഭയങ്കര തിരക്ക്. ഈ ജാക്കറ്റൊക്കെ ഇനി എന്നാ മാറ്റാൻ പറ്റാമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഓൾമോസ്റ്റ് ഏപ്രിൽ മിഡിലായി, ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാന്നേ. എനിക്കാണെങ്കിൽ സമ്മർ വെയർസൊക്കെ ഇടാൻ കൊതിയായിട്ട് വയ്യ. പിന്നെ ഞാൻ നേരെ അർബൻ പ്ലാനറ്റിൽ പോയി, ബിക്കോസ് അവിടെ കുറച്ച് ചീപ്പായിട്ടുള്ള ഡ്രസ്സസൊക്കെ കിട്ടും. അങ്ങനെ എനിക്ക് മെയിൻലി ഡ്രസ്സായിരുന്നില്ല, ഒരു ജീൻസ് എടുക്കണമായിരുന്നു, ടോപ്പ് എടുക്കണമായിരുന്നു, പറ്റിയ കുറച്ച് അധികം എടുക്കണമായിരുന്നു. ബിക്കോസ് എനിക്ക് കാനഡയിൽ വന്നിട്ട് ജീൻസ് കിട്ടുന്നേ ഇല്ല. അവസാനം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഞാൻ ഈ ജീൻസ് എടുത്തു. ആൻഡ് ദിസ് ടോപ്പ് ഓൾസോ. കാര്യം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും പൈസ കളയണ്ടല്ലോ എന്ന് കരുതി ആ ഫുഡ് കോർട്ടിൻ്റെ വഴി പോയി നേരെ സെഫോറയിലേക്ക് വിട്ടു. പിന്നെ ബിക്കോസ് അവിടെ ഇപ്പം നല്ല ഡിസ്കൗണ്ട് ആണല്ലോ. എവിടെ ചുമ്മാ പറ്റിപ്പ് ഒന്നും കിട്ടിയില്ല. അവസാനം ഒരു ലിപ്സ്റ്റിക്കും വാങ്ങി ഇറങ്ങേണ്ടി വന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കൊട്ടലി എരിയുന്നുണ്ട്. ഈ ക്യാമറ ഇവിടെയല്ലേ, ഞാൻ ഇപ്പുറത്തേക്കാണ് നോക്കുന്നത്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് നല്ല കൊടലി എരിയുന്നുണ്ട്. നല്ലോണം വീട്ടിലെത്തിയാലേ. ഇപ്പോൾ ബസ്സിൻ്റെ ടൈം കാണിക്കുന്നുണ്ട് 42-ന്. ഉണ്ടായാൽ മതിയായിരുന്നു, ബിക്കോസ് എപ്പോഴും പറ്റിക്കും. ഇവിടെ 42-ന് ബസ് കാണിക്കും, പക്ഷേ 37 അമ്മയ്ക്കും പോകും. അതാണ് നോർമലി സംഭവിക്കാറ്. നോക്കാം, ബസ് കിട്ടിയാൽ മതിയായിരുന്നു. One thing I love about Canadians is that they would always compliment us. എനിക്ക് കോംപ്ലിമെൻറ്റ്സ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ലൈക്ക് നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ആവാനായിട്ട് നല്ലതല്ലേ. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവിടെ ബേബി സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ കുട്ടി, ഷി വാസ് വാക്കിംഗ് വിത്ത് എ ഫ്രണ്ട് ആൻഡ് ദേ വർ ടെല്ലിങ് സംതിങ് അബൌട്ട് മീ. ഐ ഡിഡ്ന്റ് ഹിയർ. അവർ നേരെ പോയിട്ട് അവർ തിരിച്ചു വന്നിട്ട് ദേ ടോൾഡ് മീ you look so beautiful. അയ്യോ, I loved it. എനിക്കിഷ്ടമായി. കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടുമ്പം രസമല്ലേ. എനിക്കിങ്ങനെ വാക്കിന് പോകാനും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനും ഇഷ്ടമാണ്. എപ്പോഴും അല്ല, പക്ഷെ എന്നാലും എനിക്ക് വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ബോറിങ്. ഇങ്ങനെ പുറത്തൊക്കെ പോകണം, ഇങ്ങനെ ചുമ്മാ കറങ്ങിയൊക്കെ നടക്കാൻ ഇഷ്ടമുള്ള കാര്യം. ഞാനിപ്പോൾ കാനഡയിൽ വന്നിട്ട് now it's been 1 year. ഈ ഏപ്രിൽ 26 ആകുമ്പോൾ 1 year ആവും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ശരിക്കും അടിപൊളിയാണ്. നമുക്ക് കുറേ ചേഞ്ചസ് ഒക്കെ വന്നു. എന്താ പറയുക, മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാം പപ്പനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ബാങ്കിൽ പോയി ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വട്ടം പോയി. പക്ഷെ ഞാൻ ഇവിടെ വന്ന പിന്നെ എല്ലാ കാര്യങ്ങളും തന്നെയാണ്. എനിക്കത് അങ്ങനെ ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ ലൈക്ക് ഇറ്റ് ബ്രോട്ട് ലോട്ട് ഓഫ് ചേഞ്ചസ് ടു മീ. ലൈക്ക് പേഴ്സണലി ഐ ഫീൽ ലൈക്ക് ഐ എം മച്ച് മോർ കോൺഫിഡൻറ്റ് ഇൻ എവറി. എൻ്റെ അപ്പാർട്ട്മെൻറ്റ് എത്തി, ഞാൻ ഉള്ളിൽ കയറട്ടെ. ഫുഡ് കഴിച്ച് കഴിയാറായി കഴിഞ്ഞപ്പോഴാണ് ഓർത്ത വീഡിയോ എടുത്തിട്ടില്ല. അത് ഞാൻ നല്ല ചോറ്
ചോറും മീൻ വറുത്തതാണ് കഴിക്കണേ. ആൻഡ് ബൈ ദ വേ ഐ എം വാച്ചിങ് OC ടോക്കീസ് വ്ളോഗ്സും കണ്ടുകൊണ്ടായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പം സമയം വൈകിട്ട് 6:30 ഞാനിപ്പോഴാണ് ഫുഡ് കഴിക്കണേ. ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ കുറച്ചേരം കിടന്ന് ഉറങ്ങും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇനി കുക്ക് ചെയ്യണം. ഡിന്നറൊക്കെ കഴിഞ്ഞു. ഐ എം ഓൾമോസ്റ്റ് സ്ലീപ്പി ആൻഡ് ഐ എം ഗോയിങ് ടു റീഡ് ദിസ് ബുക്ക്. ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. ദിസ് ഇസ് ആക്ച്വലി റിയലി നൈസ്. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഫിനിഷ് ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ വിറ്റ്. ഞാൻ ഇന്നെന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷ് ചെയ്യും, എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും. ദാറ്റ്സ് ഇറ്റ്. Thank you for watching my vlog. Thank you so much. Please do subscribe and like. Thank you. Bye-bye.